ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന 3 താര രാജാക്കന്മാർ ബിഗ് ബോസിലെ. അവരാരൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തത് ഡോക്ടർ റോബിൻ, രണ്ടാമത്തെ അഖിൽമാര, മൂന്നാമത്തത് ജിൻഡോ. ഈ 3 പേരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണ്? സോറി, കൂടുതലൊക്കെ നിങ്ങൾ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ റോബിൻ മച്ചാൻ ബിഗ് ബോസിൽ തന്നെ തരംഗം സൃഷ്ടിച്ച വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. അദ്ദേഹത്തിൻ്റെ കളിച്ച ഗെയിമൊന്നും മറ്റുള്ള മത്സരാർത്ഥികൾ കളിച്ചിട്ടില്ല എന്നാണ് കുറച്ച് ഓളങ്ങൾ സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാക്കി ആ ബിഗ് ബോസ് ഷോയെ മാറ്റിയൊരു വ്യക്തിയാണ്. അത് എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം അടങ്ങിയിരിക്കുകയല്ല. അദ്ദേഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ജനങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലാണ് അദ്ദേഹം ഗെയിം കളിച്ചത്. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ഇപ്പോഴും അദ്ദേഹത്തിന് ഫാൻസാണ്. എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് ഫാൻസ്. ഇപ്പം ഡോക്ടർ റോബിൻ അവിടെ ഉണ്ടോ, അവിടെ ഫാൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ആളാണ്. എന്നിട്ടും ഒരു ജാടയില്ലാതെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരാളായി ഏത് ഇൻ്റർവ്യൂവിലും പോകും. എവിടെ നിന്ന് അധികം പൈസ പോലും വാങ്ങാതെ പുള്ളി പോയിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നിട്ട് ഡോക്ടറെ എന്നോണ്ട് പിന്നെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ഗെയിം എന്ന് പറഞ്ഞാൽ അസാധ്യ ഗെയിമറെന്നേ പറയുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അസാധ്യ ഗെയിമറാണ്. പിന്നെ നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാണ്. മാരാറിന്റെ ഗെയിം എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് സംസാരിക്കാറിയാണ് പരാതി. നല്ല രീതിയിൽ സംസാരിക്കും, ആരെയും സംസാരിച്ച് കീഴ്പ്പെടുത്തും. മലയാള ഭാഷ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലുണ്ട് സംസാരിക്കുക അതെല്ലാം പുള്ളി സംസാരിക്കും. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യമാണ്. അദ്ദേഹത്തിന് ഗെയിം, കോമഡിക്ക് കോമഡി, സെന്റിമെന്റ്, അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്ന അദ്ദേഹം പിന്നെ എന്തൊക്കെയാ കാണിക്കുന്നത് പറയാൻ പറ്റത്തില്ല ആ ഒരു ഗെയിം. പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ പൾസ് അറിയാം, ജനങ്ങളിൽ അദ്ദേഹം ഇഷ്ടപ്പെടാനുള്ള കാര്യം. ഈ സീസൺ 5 മുന്നോട്ട് കൊണ്ട് അഖിൽമാരാണ് ഒറ്റ വ്യക്തികൾ. ഇപ്പോഴും സീസൺ 6 കാണുന്നവരെക്കാളും കൂടുതൽ സീസൺ 5 കാണുന്ന ആൾക്കാരാണ്. ഞാൻ എപ്പോഴും സീസൺ 5 കോമഡി കാണാറുണ്ട്. അഖിൽമാരുടെ ഒരുപാട് കോമഡിയുണ്ട്, ശോഭയായിട്ടുള്ള അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ചടപാട്. അതുപോലൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത് ചിറ്റപ്പൻ ഇച്ചിരി ശാന്തമാണ്, ഇച്ചിരി അടങ്ങി ഒതുങ്ങിയാണ്, സംസാരിക്കുന്ന രീതി ചിലപ്പോൾ മാറിപ്പോകും. അങ്ങനെയാണ് ഒരുപാട് ഹൈറ്റേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ടായത്. പക്ഷേ വെളിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ ആ നിപ്പും ലാലട്ട എന്നൊക്കെ പറഞ്ഞൊരു സാധാരണക്കാരനെ നിൽക്കുന്ന പോലെ ഒരു നിപ്പും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഇത് തന്നെ. അതാണ് അദ്ദേഹത്തിന് ഫാൻസ് കൂടുതലായത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇവരൊക്കെ നിന്നാലും ഇവരെല്ലാം ഡോക്ടർ റോബിനാണേലും അഖിൽമാരാണേലും ഇവരൊക്കെ ഗ്രൂപ്പായിട്ടാണ് നിന്നത്. പക്ഷേ ജിൻഡോ അങ്ങനെയല്ല, ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഗെയിം കളിച്ച വ്യക്തിയാണ്. ഇപ്പം ഡോക്ടർ റോബിൻ ദിൽഷയായിട്ട് ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഖിൽമാരാർക്ക് ഗ്രൂപ്പൊക്കെ ഷീചാട്ടനും നമ്മുടെ ഇവരൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ്, നമ്മുടെ വിഷ്ണു ഒക്കെ ആയിട്ട്. പക്ഷേ ജിൻഡോ കൂടുതലും അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിച്ചത്. പിന്നെ ജിൻഡോ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാണ് മത്സരാർത്ഥി? 3 പേര് ആരാണ് ഇഷ്ടം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ ബൈ.